അഗത ക്രിസ്റ്റീസ് 7 Dials നെറ്റ്ഫ്ലിക്സിൽ പുതുതായിട്ട് റിലീസ് ആയിട്ടുള്ള ഒരു മർഡർ മിസ്റ്ററി ഇംഗ്ലീഷ് ത്രില്ലർ സീരീസ് ആണിത്. ക്രിസ് സ്വീനിയാണ് ഇതിന്റെ ഡയറക്ടർ. ഇന്ന് ഈ സീരീസിനെ കുറിച്ച് തനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുമ്പോൾ അതിന്റെ പിന്നിലെ സത്യം അന്വേഷിച്ചിറങ്ങിയതാണ് ലേഡി ഐലിൻ. അവളുടെ അന്വേഷണങ്ങൾ വഴി എന്താണ് ഈ 7 Dials എന്നുള്ളത്, അതിന്റെ നിഗൂഢതകൾ എങ്ങനെ മറനീക്കി എന്നൊക്കെയുള്ളതാണ് ഈ സീരീസ് പറയുന്നത്. അഗത ക്രിസ്റ്റിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള 7 Dials മിസ്റ്ററി എന്ന നോവലിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഈ സീരീസ്. ഇതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഡീസന്റ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സീരീസ് ആണിത്. എനിക്ക് വർക്കായ ഒന്നാണ്. സ്റ്റിൽ ഒരു വലിയ സംഭവം അങ്ങനൊന്നും അല്ല കേട്ടോ. കഥ അത്യാവശ്യം ത്രില്ലിംഗ് ആണ്. ആരാണ് ഇതിന്റെ പിന്നിലെന്ന് നമ്മളും ഇങ്ങനെ കഥ മുമ്പോട്ട് പോകുമ്പോൾ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അതൊരു നല്ല ഇൻവെസ്റ്റിഗേഷൻ കഥയുടെ ലക്ഷണമാണ്. ഈ അന്വേഷിപ്പും കണ്ടെത്തും എന്ന് പറയുന്നതിനേക്കാൾ നമ്മൾ അന്വേഷിക്കുന്നത് എന്താണോ അത് നമ്മളെ കണ്ടെത്തും എന്ന് പറയാവുന്ന ഒരു കഥയാണ് ഇതിൽ. എനിക്ക് പേഴ്സണലി ഒരു ഘട്ടം എത്തിയപ്പോൾ ഇതിലൊരു ഇന്ന വ്യക്തിയെ കുറിച്ച് ചെറിയൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. അത് അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിച്ചത്. പിന്നെ പേഴ്സണലി എനിക്ക് ഈ സ്ലോ ബേൺ ആയിട്ടുള്ള കുറ്റാന്വേഷണ കഥകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് എന്റെ ഒരു കപ്പ് ഓഫ് ടീ അങ്ങനെ പറയാവുന്ന കഥയായിരുന്നു. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല കേട്ടോ. ഒരു നൈസ് ഔട്ട് വൈബ് ഒക്കെ തരുന്ന ഒരു സീരീസ് കൂടിയാണിത്. വളരെ ക്ലാസിക് സ്റ്റൈലിൽ ഒരുക്കിയിട്ടുള്ള ക്ലാസിക് ഹൂഡൺ ഇറ്റ് മിസ്റ്ററി സീരീസ് ആണ്. കഥ നടക്കുന്നതും 1920-കളിലാണ്. ആ ഒരു കാലഘട്ടം ഇവര് അടയാളപ്പെടുത്തിയിരിക്കുന്നത് നൈസായിട്ടാണ്. സ്പെയിനിലെ റോണ്ടയിലാണ് ഇതിന്റെ കഥ നടക്കുന്നത്. കിടിലൻ ലൊക്കേഷൻ ഈ സീരീസിന്റെ വലിയൊരു പ്രത്യേകതയാണ്. ഈ സ്ഥലം കാണാൻ വേണ്ടി മാത്രം ഈ സീരീസ് കണ്ടു തീർത്താലും നഷ്ടമില്ലെന്ന് പറയാം. അതുപോലെ തന്നെ ഇതിന്റെ ലെങ്തും കുറവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടു തീർക്കാനും പറ്റും. കേന്ദ്ര കഥാപാത്രമായ ലേഡി ഐലിൻ ആയിട്ട് വരുന്നത് മിയ മെക്കനെ ബ്രൂസ് ആണ്. നല്ല പെർഫോമൻസ് ആയിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഈ സംശയങ്ങളൊക്കെയുള്ള നല്ല നിരീക്ഷണ പാഠവുമുള്ള ഒരു റിയൽ ഡിറ്റക്റ്റീവിന്റെ എല്ലാ സ്വഭാവങ്ങളുമുള്ള ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രം അതുകൊണ്ട് തന്നെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഷെർലക് സീരീസിലെ നമ്മുടെ ഡോക്ടർ വാട്സൺ ആയിട്ട് വരുന്ന മാർട്ടിൻ ഫ്രീമാൻ ആണ് ഇതിലെ സൂപ്രണ്ടന്റ് ബാറ്റിൽ എന്ന കഥാപാത്രമായിട്ട് വരുന്നത്. അതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. നായികയുടെ അമ്മയായിട്ട് വരുന്ന ഹെലന ബോൺഹാമും അതുപോലെ ജിമ്മി എന്ന കഥാപാത്രമായിട്ട് വന്ന എഡ്വേർഡ് ബ്ലൂമെലും നൈസ് ആയിരുന്നു. അഭിനയിച്ച എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ നീറ്റാണ്. ഇതിന്റെ ക്യാമറ എഡിറ്റിംഗ് ലൊക്കേഷൻ ഒക്കെ നൈസാണ്. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു സ്ഥലം ഭയങ്കര രസമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. 1920-കളാണ് കഥയിൽ കാണിക്കുന്നത്. സോ ഇവർ ആർട്ട് ഡിസൈനിലും കോസ്റ്റ്യൂമിലും ഒക്കെ ആ ഒരു കാലഘട്ടം പരിഗണിച്ച് ഡീറ്റെയിലിംഗിൽ വളരെ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ടായിരുന്നു. സോ ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ മികച്ചതാണ്. ഇതൊരു സ്ലോ ബേൺ മിസ്റ്ററി ത്രില്ലർ സീരീസ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതിന്റെ സ്പീഡ് അങ്ങനെ ഇഷ്ടമാകണമെന്നില്ല. ബേസിക്കലി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇങ്ങനെ പതിയെ പോകുന്ന ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ കഥകൾ വളരെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗോടെ ഇത് കണ്ടു തീർത്തത്. അതല്ല, വളരെ ഫാസ്റ്റ് ആയിട്ട് കഥ പോകണം, ഒരുപാട് ആക്ഷൻ ഒക്കെ വേണം, ഭയങ്കര ത്രില്ലിംഗ് ഐറ്റം വേണം എന്നുള്ളവർക്ക് പറ്റിയൊരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ഇത് കുറച്ച് എഴുച്ചിലൊക്കെ ആയിട്ട് ഫീൽ ചെയ്യും. അതുപോലെ ഈ നൈസ് ഔട്ട് ഫിലിം ഫ്രാഞ്ചൈസിലെ സിനിമകളുടെ പോലെ അത്രയും ഒരു സംഭവം ഐറ്റം ആണെന്നൊന്നും കരുതി ഇത് കാണരുത്. അത്രയ്ക്കൊന്നുമില്ല കേട്ടോ. സോ മൊത്തത്തിൽ ഒരു ഡീസന്റ് സ്ലോ ബേൺ മിസ്റ്ററി ത്രില്ലർ സീരീസ് ആണ് 7 Dials. പക്ഷെ എല്ലാവരുടെയും കപ്പ് ചായ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഈ ടൈപ്പ് കഥകൾ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആസ്വദിച്ച് കണ്ടു എന്ന് മാത്രം. സോ ഇതൊരു അതിഗംഭീരം മസ്റ്റ് വാച്ച് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ വെർത്ത് വാച്ച് ആയിട്ടുള്ള മിസ്റ്ററി ഒക്കെ ഉള്ള ഒരു ത്രില്ലറാണിത്. ഇത് നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാൻ പറ്റും. ആകെ 45 മുതൽ 50 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 3 എപ്പിസോഡുകൾ മാത്രമേ ഈ സീരീസിനുള്ളൂ. അതായത് ഒരു 3 മണിക്കൂർ അല്ല, അതിന് താഴെ ടൈം കൊണ്ട് കണ്ടു തീർക്കാം. അതായത് ഒരു സിനിമ കാണുന്ന പോലെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ഇംഗ്ലീഷിനൊപ്പം തമിഴ്, തെലുഗു, ഹിന്ദി ഡബിംഗ് അവൈലബിൾ ആണ്. 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാം. അപ്പോൾ നിങ്ങൾ ഈ സീരീസ് കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.